ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ഗൈഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 2 ആണ്. കോപ്പറേറ്റീവ് ലോയിൽ ചാപ്റ്റർ 2നെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പ്രിലിമിനറിയിൽ കുറേ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചാപ്റ്റർ 2വിൽ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് പഠിക്കേണ്ടത്. ഇതിൽ നമുക്ക് സെക്ഷൻ 3 to 15 വരെയും അതുപോലെ റൂൾ 3 to 15 വരെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ഓരോ സെക്ഷൻസിലൂടെ നോക്കാം. സെക്ഷൻ 3 രജിസ്ട്രാർ. അപ്പോൾ രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി രജിസ്ട്രാർ ഈസ് ദ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഫോർ കോപ്പറേറ്റീവ്സ്. രജിസ്ട്രാർ എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ്സിൻ്റെ ഫ്രണ്ടാണ്, ഒരു ഫിലോസഫറാണ് ആൻഡ് ഗൈഡ് ഫോർ കോപ്പറേറ്റീവ്സ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ അതിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ആരാണ്? രജിസ്ട്രാറാണ്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി ഗൈഡ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്. സെക്ഷൻ 3 സബ്സെക്ഷൻ 1 രജിസ്ട്രാർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഗവൺമെൻറ്. അപ്പോൾ രജിസ്ട്രാറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. അതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 സബ്സെക്ഷൻ 1. രജിസ്ട്രാർ ഈസ് എ സോൾ അതോറിറ്റി ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹമാണ് ഈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തിട്ട് രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നത്. സെക്ഷൻ 3 സബ്സെക്ഷൻ 2വിൽ പറയുന്നത് ദ ഗവൺമെൻറ് മേ ബൈ ജനറൽ ഓർ സ്പെഷ്യൽ ഓർഡർ കൺഫർ ഓൺ എനി പേഴ്സൺ ഓർ എനി ഓഫ് ദ പവർ ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 3 സബ്സെക്ഷൻ 2വിലൂടെയാണ് നമ്മുടെ രജിസ്ട്രാറുടെ അധികാരങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് ഒരു ഉത്തരവിലൂടെ അല്ലെങ്കിൽ രജിസ്ട്രാർ അത് ഇന്ന അധികാരങ്ങളുണ്ടെന്ന് കൺഫേം ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലൂടെയാണ്. രജിസ്ട്രാറാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ കൺഫേം ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലൂടെയാണ്. നെക്സ്റ്റ് സെക്ഷൻ 4 സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ച്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് ഒബ്ജക്റ്റ് ദ പ്രൊമോഷൻ ഓഫ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് മേ ബി രജിസ്റ്റേർഡ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര പേര് വേണം? 25 പേരെങ്കിലും വേണം. അപ്പോൾ അത്രയും മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ആ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അവരുടെ സാമ്പത്തിക നേട്ടം, അതായത് അവരുടെ വെൽഫെയറിന് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഒരു സാധാരണക്കാർക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലായിരിക്കണം. അതായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഈ സെക്ഷൻ 4ൽ പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ 5 രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പം അതിലെ ലയബിലിറ്റി എന്തായിരിക്കണമെന്ന്? ലിമിറ്റഡ് ആയിരിക്കണമെന്ന്. അതായത് ഒരു മെമ്പറിൻ്റെ ലയബിലിറ്റി ഇപ്പോൾ ഒരു എന്തെങ്കിലും കാരണവശാൽ ഇത് പൂട്ടി പോകുന്ന ടൈമിൽ അവർക്കൊരു ബാധ്യത വരാൻ പാടില്ല. അതായത് അവർക്ക് ഇത്ര ലയബിലിറ്റി ഉണ്ടാവുമെന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ട്. അതെങ്ങനെയാണ് പറയുന്നത് ലിമിറ്റഡ് എന്ന്? നമ്മളിപ്പോൾ ഒരു മെമ്പറിൻ്റെ 1/5 ഷെയറേ നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ആ ലയബിലിറ്റി ഒരാൾക്ക് വരാവൂ. ഒരു മാക്സിമം ആണ് 1/5 വരുന്നത്. അപ്പോൾ അത്രയും ലയബിലിറ്റി ഒരാൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. സെക്ഷൻ 5 സബ്സെക്ഷൻ 1ൽ പറയുന്നത് എന്താണ്? എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റിയിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. ഇനി സെക്ഷൻ 5 സബ്സെക്ഷൻ 2ൽ പറയുന്നത് the word limited or its equivalent in any Indian language shall be the last word in the name of the society. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുമ്പം അതിൻ്റെ പേരിന് ലാസ്റ്റ്, ഇപ്പോൾ അത് ഏത് ഇന്ത്യൻ ലാംഗ്വേജിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും അതിൻ്റെ ലാസ്റ്റ് ഒരു എന്ത് വേണം? ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് വരണം. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലയബിലിറ്റി എന്താണ്? ലിമിറ്റഡ് ആണെന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് ഇപ്പം നമുക്കെല്ലാം അറിയാം, ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ന ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. അപ്പം അങ്ങനെ വരാൻ പാടുള്ളൂ എന്ന്. ഇനി നെക്സ്റ്റ് സെക്ഷൻ 6ൽ ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇനി സെക്ഷൻ 6ൽ പറയുന്നത്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 25 ഫ്രം ഡിഫറെൻറ്റ് ഫാമിലീസ്. ഡിഫറെൻറ്റ് ഫാമിലീസിൽ, അതായത് 25 ഡിഫറെൻറ്റ് ഫാമിലീസുള്ള ആൾക്കാർ വേണം എന്ത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനായിട്ട്. മിനിമം 25 ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ. ഇനി പേഴ്സൺ ഡിസൈഡ് ടു ഓർഗനൈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ടക്ട് എ മീറ്റിംഗ്
ആൻഡ് എലക്ട് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് 3 to 5 മെമ്പേഴ്സ്. അപ്പോൾ 25 ആൾക്കാർ ചേർന്നൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് അതിലൊരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി സെലക്ട് ചെയ്യും. അതായത് 3 മുതൽ 5 വരെ പേഴ്സൺസ് ഉൾപ്പെടുന്ന ഒരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി അവർ രൂപീകരിക്കും. അതിൽ നിന്നും ഒരാളെ അവർ ചീഫ് പ്രൊമോട്ടറായിട്ട് സെലക്ട് ചെയ്യും. അതായത് ഫ്രം എമംഗ് ദ പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി ദേ ഷാൾ എലക്ട് വൺ ആസ് ചീഫ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ അതിൽ നിന്ന് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി അവർ രൂപീകരിച്ചു. 3 മുതൽ 5 വരെയാണ് ആൾക്കാർ. അതിൽ നിന്ന് ഒരാളെ അവരെന്ത് ചെയ്യും, ചീഫ് പ്രൊമോട്ടറായിട്ട് സെലക്ട് ചെയ്യും. ഇനി അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 1. ഇനി ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഏതിലാണ് കൊടുക്കുന്നത്? ഫോം നമ്പർ 1ലാണ് കൊടുക്കുന്നത്. ഈ ഫോം നമ്പേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരാൻ പോകുന്നതിലും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ഫോം നമ്പേഴ്സ് പറയുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം. Along with the application of 3 copies of proposed or draft bylaw are to be sent to the registrar for registration. അപ്പോൾ നമ്മൾ ഫോം നമ്പർ 1ൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പ്രൊപ്പോസ്ഡ് ഓർ ഡ്രാഫ്റ്റ് ബൈലയുടെ 3 കോപ്പിയും കൂടെ അറ്റാച്ച് ചെയ്ത് വേണം രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കാനും. അപ്പം 25 മെമ്പേഴ്സ് ചേർന്നിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും അവരൊരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എലക്ട് ചെയ്യും. അതിനുശേഷം അതിൽ നിന്നും ഒരാളെ എന്ത് ചെയ്യും, ചീഫ് പ്രൊമോട്ടറായിട്ട് സെലക്ട് ചെയ്യും. ഇനി അദ്ദേഹം എന്ത് ചെയ്യണം, ഒരു പ്രൊപ്പോസ്ഡ് ഡ്രാഫ്റ്റിൽ ബൈല ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യാവും, ഈ ആപ്ലിക്കേഷൻ നമ്മൾ അയക്കാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ഈ ആപ്ലിക്കേഷൻ്റെ കൂടെ 3 കോപ്പികൾ ഈ ഡ്രാഫ്റ്റ് ഓർ പ്രൊപ്പോസ്ഡ് ബൈലയും കൂടെ നമ്മൾ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഇത്രയാണ് സെക്ഷൻ 6ൽ പറയുന്നത്. ഇനി സെക്ഷൻ 7ൽ രജിസ്ട്രേഷൻ. അപ്പം നമ്മൾ അയച്ചു കൊടുത്ത ആപ്ലിക്കേഷൻ രജിസ്ട്രാർ അപ്രൂവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്രൂവ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യും, അത് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആൻഡ് നോട്ട് ഓപ്ഷണൽ. അപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്, ഒരു ഓപ്ഷൻ അല്ല. വേണമെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം, അങ്ങനെയല്ല. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് ദ ഡിസ്ക്രിഷണറി പവർ ഓഫ് ദ രജിസ്ട്രാർ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ, രജിസ്ട്രാർക്ക് മാത്രമേ ഉള്ളൂ. ഓൺ റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ the registrar has to enter the particulars in the register of application maintained in form number 2. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1ലാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കിട്ടി, രജിസ്ട്രാർ ആ കാര്യങ്ങളെല്ലാം ഫോം നമ്പർ 2ലേക്ക് ആഡ് ചെയ്യും, അതിലേക്ക് എൻ്റർ ചെയ്യും. അതിനുശേഷം ഇഫ് ദ രജിസ്ട്രാർ is satisfied that the proposed society complies with the requirements of sound business, he may register the society and its bylaw within a period of 90 days from the date of receipt of application. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി രജിസ്ട്രാർക്ക് ഓക്കെ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ ആണ് ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ വിത്തിൻ 90 ഡേയ്സിനകത്ത് ഈ സൊസൈറ്റി അതിൻ്റെ ബൈലയും രജിസ്ട്രാർ രജിസ്റ്റർ ചെയ്യും. When the registrar refuses to register a society, he shall communicate the order of refusal together the reason thereof within 7 days from the date of such ഓർഡർ. അപ്പം രജിസ്ട്രാർക്ക് ഇത് ഓക്കെ അല്ലാന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അത് ഓക്കെ അല്ലാത്തതെന്നുള്ള റീസൺ സഹിതം 7 ദിവസത്തിനകം അത് എന്ത് ചെയ്യും, ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ ഓർഡർ വന്ന് 7 ദിവസത്തിനകമാണിത് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻ കേസ് ഓഫ് റെഫ്യൂസൽ ദ ആപ്ലിക്കൻറ്റ് മേ മേക്ക് എ റെപ്രസെൻറ്റേഷൻ ബിഫോർ ദ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് വിത്തിൻ 60 ഡേയ്സ്. അതായത് ആപ്ലിക്കൻറ്റിന് ഈ ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മുന്നിലോ 60 ദിവസത്തിനകം, ഈ ഓർഡർ വന്ന് 60 ദിവസത്തിനകം എന്ത് ചെയ്യാം, ഒരു റെപ്രസെൻറ്റേഷന് പോകാം. ഇനി സെക്ഷൻ 8 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ദ രജിസ്ട്രാർ ഷാൾ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ സൈൻഡ് ആൻഡ് സീൽഡ് ബൈ ഹിം. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്രൂവ് ചെയ്യുകയാണ്. അപ്പം രജിസ്ട്രാർ ഇത് രജിസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തു എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യും, രജിസ്ട്രാറാണ് ഇഷ്യൂ ചെയ്യുന്നത്. അദ്ദേഹം തന്നെ സൈൻ ചെയ്ത് സീൽ ചെയ്താണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൽ ബി മെയ്ഡ് ഇൻ ഫോം നമ്പർ 3. ഫോം നമ്പർ 3ലാണ് എന്ത് ചെയ്യുന്നത്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 1ലും ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആ ആപ്ലിക്കേഷൻ ഫോം നമ്പർ 2ലേക്ക് എൻ്റർ ചെയ്യും. ഇനി അത് അപ്രൂവായി, അത് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ
രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇതിലാണ് ഫോം നമ്പർ 3യിലാണ്. അപ്പം 3 ഫോം നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു, അത് 3ഉം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഷാൽ ബി കൺവീൻഡ് ബൈ ദ ചീഫ് പ്രൊമോട്ടർ. അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ജനറൽ ബോഡി കൺവീൻ ചെയ്യുന്ന ആരായിരിക്കും? ചീഫ് പ്രൊമോട്ടറാണ്. കാരണം എന്താണ്? അവരൊരു പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിയിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? ചീഫ് പ്രൊമോട്ടറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഫസ്റ്റ് ജനറൽ ബോഡി. ബാക്കി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആര് തന്നെയായിരിക്കും മുൻകൈ എടുത്ത് ചെയ്യേണ്ടത്? ചീഫ് പ്രൊമോട്ടറാണ്. അതുപോലെ എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽ കമൻസ് ഇറ്റ്സ് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ അത് മുതൽ 3 മാസത്തിനകമാണ് എന്ത് ചെയ്യേണ്ടത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തേണ്ടത്. അതിനുശേഷം എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിൽ കമൻസ് ഇറ്റ്സ് വർക്കിംഗ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അപ്പം 3 മാസത്തിനകത്ത് ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് നടത്തണം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് 6 monthsനകത്ത് തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ വർക്കിങ്ങും സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 3A. ഇപ്പം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്താണ്? ഫോം നമ്പർ 3യിലാണ് അവർ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയാൽ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നത് ഫോം നമ്പർ 3Aയിലാണ്. അടുത്ത സെക്ഷൻ 9 ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡി കോർപ്പറേറ്റ്. After registration, a society shall having perpetual succession and a common seal and with the power to hold property and enter into contract and other legal proceedings. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബോഡി കോർപ്പറേറ്റ്, അതായത് അങ്ങനെ ഒരു വ്യക്തി എന്ന രീതിയിൽ എന്താണ് പറയുക, അതിനുള്ള അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നിലയിൽ വന്നു എന്നാണ്. അതിന് കോമൺ സീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ പ്രോപ്പർട്ടീസൊക്കെ കൈവശം വെക്കാനുള്ള അധികാരങ്ങളും ഒക്കെ ഉണ്ടാവും. അടുത്തതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 10 ആണ്. ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റി. എ സൊസൈറ്റി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് നെയിം ത്രൂ ബൈല അമെൻമെൻറ്റ്. ബൈല അമെൻമെൻറ്റിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു സൊസൈറ്റിയുടെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 10. അടുത്ത സെക്ഷൻ 11. ചേഞ്ച് ഓഫ് ലയബിലിറ്റി. എ സൊസൈറ്റി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് ലയബിലിറ്റി ത്രൂ ബൈല അമെൻമെൻറ്റ്. ഇതിനും എങ്ങനെയാണ്? പേര് ചേഞ്ച് ചെയ്യുന്നതും നമ്മൾ എന്ത് ചെയ്യണം? ബൈല അമെൻമെൻറ്റിലൂടെ മാത്രമേ പറ്റൂ. അതുപോലെ ലയബിലിറ്റി ചേഞ്ച് ചെയ്യുന്നതും എങ്ങനെയാണ്? ബൈല അമെൻമെൻറ്റിലൂടെയാണ്. പക്ഷേ ഇതിനെന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗും കണ്ടക്ട് ചെയ്യണം. ആ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിനും എ റെസൊല്യൂഷൻ ഷാൽ ബി പാസ്ഡ് ബൈ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അതായത് ഈ സ്പെഷ്യൽ ജനറൽ ബോഡിയിൽ 2/3 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? പ്രസൻ്റ് ആയിട്ട് അവർ വോട്ട് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂ. എങ്ങനെ? ബൈലോ അമെൻമെൻറ്റിലൂടെ. നെക്സ്റ്റ് സെക്ഷൻ 12. അമെൻമെൻറ്റ് ഓഫ് ബൈല. റൂൾ 9, അതായത് അമെൻമെൻറ്റ് ഓഫ് ബൈല കുറിച്ച് പറയുന്നത് സെക്ഷൻ 12 റൂൾ 9ലാണ്. കോമ്പിറ്റൻറ്റ് അതോറിറ്റി ടു മേക്ക് അമെൻമെൻറ്റ് ഓഫ് ബൈല. അതായത് അമെൻമെൻറ്റ് ഓഫ് ബൈല കൊണ്ടുവരാനുള്ള അതോറിറ്റി ആർക്കാണ്? ജനറൽ ബോഡിക്കാണ്. ജനറൽ ബോഡി തീരുമാനിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ബൈല അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് ബൈ ദ രജിസ്ട്രാർ. ഇപ്പം ഇത് ജനറൽ ബോഡി തീരുമാനിക്കുന്നു, അത് രജിസ്റ്റർ ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. അതായത് അമെൻമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് രജിസ്ട്രാറാണ്. ഇതിനും എങ്ങനെയാണ്? ജനറൽ ബോഡി മീറ്റിംഗ് ബൈ ഗിവിങ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കുക. അതായത് 15 ദിവസം മുന്നേ ഈ അമെൻമെൻറ്റ് ഓഫ് ബൈലയെക്കുറിച്ചൊരു നോട്ടീസ് കൊടുത്ത് അതിലും എന്ത് ചെയ്യണം? മെമ്പേഴ്സ് പങ്കെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് ഇവർ ഇഷ്യൂ ചെയ്യുന്നത് ജനറൽ ബോഡിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്ത് ഇൻ ദ ജനറൽ ബോഡി ദ പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ് ഹാസ് ടു ബി പാസ്ഡ് വിത്ത് 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണം? ഈ 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് കൊടുത്തിട്ട് ആ മീറ്റിംഗ് അവർ കണ്ടക്ട് ചെയ്ത് അതിൽ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് അതിൽ പ്രസൻറ്റായി അവർ വോട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അമെൻമെൻറ്റ് ഓഫ് ബൈലയെക്കുറിച്ച് കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് തീരുമാനിക്കും. ആപ്ലിക്കേഷൻ മെയ്ഡ് ടു ദ രജിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഷാൽ ബി സൈൻഡ് ബൈ ദ സെക്രട്ടറി ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അതായത് അമെൻമെൻറ്റ് ഓഫ് ബൈലേക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. അതിൽ സൈൻ ചെയ്യുന്നത് സെക്രട്ടറിയും ഈ കമ്മിറ്റിയിലുള്ള 2 മെമ്പേഴ്സ് എന്ത് ചെയ്യണം? സൈൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യൂ? ആപ്ലിക്കേഷൻ അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി സെക്ഷൻ 13 വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈല കെയിം ഇൻ ടു ഫോഴ്സ്. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു, ഈ ബൈല അമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബൈല എന്ന് മുതലാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ എപ്പോഴാണോ ഈ അമെൻമെൻറ്റ് ഓഫ് ബൈല രജിസ്റ്റർ അത്
ചേഞ്ച് ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ മുതൽ എന്ത് ചെയ്യും, അമെൻമെൻറ്റ് ഈ ബൈലയുടെ അമെൻമെൻറ്റ് എന്ത് ചെയ്യും, നിലവിൽ വരും. ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓൺലി ദ അമെൻമെൻറ്റ് ബിക്കം വാലിഡ്. അപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അത് വാലിഡ് ആവത്തുള്ളൂ. നെക്സ്റ്റ് സെക്ഷൻ 14, ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, അമാൽഗമേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ ഒരു അമാൽഗമേഷനോ ഡിവിഷനോ ഒരു സൊസൈറ്റിക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് അതാണ് സെക്ഷൻ 14 പറയുന്നത്. ജനറൽ ബോഡി മീറ്റിംഗ് വിത്ത് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ് ആൻഡ് പാസിംഗ് റെസൊല്യൂഷൻ ബൈ 2/3 മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെയാണ്, ഒരു 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് എന്ത് ചെയ്യണം, അവർ ഇഷ്യൂ ചെയ്ത് അതിൽ മെമ്പേഴ്സ് എല്ലാം പങ്കെടുത്ത് അതിൽ 2/3 മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് എന്ത് ചെയ്യണം, പങ്കെടുത്തിട്ട് അവർ വേണം ഇത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അവർ വോട്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പാസ്സാക്കാൻ പറ്റത്തുള്ളൂ ആ റെസൊല്യൂഷൻ. നെക്സ്റ്റ് സെക്ഷൻ 15, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ്. അതായത് ഓരോ സൊസൈറ്റീസിൻ്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആകാൻ സാധ്യതയുള്ള കേസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് സെക്ഷൻ 15 പറയുന്നത്. Assets and liabilities in full are transferred to another society shall stand cancelled. അതായത് ഒരു സൊസൈറ്റി വേറൊരു സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്തായി, അവിടെ ക്യാൻസലായി. കാരണം അവർക്കിനി ഒന്നുമില്ല, അസറ്റ്സും ഇല്ല, ലയബിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതായി. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ എന്തായി, അത് ക്യാൻസലായി പോകും. ഇനി അടുത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ 2 or more societies amalgamated, the registration of the amalgamating societies shall be cancelled. അപ്പം 2 അതിലധികമോ സൊസൈറ്റികൾ അമാൽഗമേറ്റ് ചെയ്യുവാണെങ്കിൽ, അമാൽഗമേറ്റ് ചെയ്ത് പുതിയൊരു സൊസൈറ്റി ആയിട്ട് മാറുവാണല്ലോ. അപ്പോൾ 2 സൊസൈറ്റികൾ ചേർന്ന് പുതിയൊരു സൊസൈറ്റിയായി. അപ്പം ഉണ്ടായിരുന്ന പഴയ 2 സൊസൈറ്റികളുടെയും രജിസ്ട്രേഷൻ എന്തായി, അവിടെ ക്യാൻസലായി. ഇനി അടുത്തൊരു കേസ്, when a society is divided, the registration of old society shall be cancelled. അപ്പോൾ ഒരു സൊസൈറ്റി 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, പകുതി പേര് വേറൊരു രീതിയിൽ പോയി, പകുതി വേറെ പോവാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ രജിസ്ട്രേഷൻ, ആ ഉണ്ടായിരുന്ന സൊസൈറ്റിയുടെ രജിസ്ട്രേഷനും എന്ത് ചെയ്യും, ക്യാൻസലായിപ്പോൾ. അപ്പം 3 കേസുകൾ പറഞ്ഞു. ഒന്ന്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് ക്യാൻസലായി പോവും. അതുപോലെ 1-2 സൊസൈറ്റികൾ ചേർന്നിട്ട് അമാൽഗമേറ്റ് ചെയ്യുവാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിരുന്ന പഴയ 2 സൊസൈറ്റികളുണ്ടല്ലോ, അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസലാവും. ഇനി ഒരു സൊസൈറ്റി ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും ആ ഡിവൈഡ് ചെയ്യുന്ന ഏത് സൊസൈറ്റിയാണോ അതിൻ്റെ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും, ക്യാൻസലായിട്ട് പുതിയ 2 സൊസൈറ്റികളായിട്ട് എന്ത് ചെയ്യും, അവിടെ രൂപപ്പെടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോപ്പറേറ്റീവ് ലോയിൽ ചാപ്റ്റർ 2 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാനിത് അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവരാം. കാരണം ഇതിപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആകുമ്പോൾ നമുക്ക് ബോറിംഗ് ആവും. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ. നമുക്കിനി ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം.